ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 111 വിമൻസ് റൈറ്റിങ്ങിലുള്ള രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. ഇതിൽ മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദിര സാൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിൽ ലക്ഷ്മി കണ്ണനെ കുറിച്ചിട്ടും ഇന്ദിര സാൻഡിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അവരുടെ ഓരോ പോയിന്റ്സ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ലക്ഷ്മി കണ്ണനെ കുറിച്ചിട്ട് നോക്കാം നമുക്ക്. ലക്ഷ്മി കണ്ണൻ എന്ന് പറയുന്നത് അവർ മൈസൂരിലാണ് ജനിച്ചിട്ടുള്ളത്. 1947 കേട്ടോ അവർ ജനിച്ചിട്ടുള്ളത്. അവരൊരു ഇന്ത്യൻ റൈറ്ററാണ്, പോയറ്റാണ്, നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്ററാണ്. നമ്മുടെ ഈ തമിഴിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അവർ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവർ തമിഴിൽ അവരുടെ പെൻ നെയിം അറിയപ്പെടുന്നത് കാവേരി എന്ന പേരിലാണ് അവരുടെ പെൻ നെയിം അറിയപ്പെടുന്നത്. കാരണം അവരുടെ സ്വയം പേര് വെക്കാതെ എന്താണ് മറ്റുള്ള പേരിൽ അറിയപ്പെടുന്നതിനെയാണ് പറയുന്നത് പെൻ നെയിം. അവരെന്താണ് പേര് വെക്കുന്നത് അതായിരിക്കും പിന്നീട് അറിയപ്പെടും. അപ്പം കാവേരി എന്ന പേരിൽ എഴുതുന്ന ആളാണ് ലക്ഷ്മി കണ്ണൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൽ പെട്ട ഒരാളാണ് കേട്ടോ. അപ്പം അവരുടെ വർക്കുകൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വിമൻസിൻ്റെ ഇഷ്യൂസിനെയും ജെൻഡർ ഡിസ്ക്രിമിനേഷനെയും അതുപോലെ തന്നെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി പ്രശ്നങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവരും ഫോക്കസ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വിമൻസ് റൈറ്റിങ്ങിലുള്ള എഴുത്തുകാരെല്ലാവരും ആരായിരിക്കും? വിമൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ വുമൺ തന്നെയായിരിക്കും. അപ്പം അവർ ഈ എന്തിനാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള എന്താണ് ഡിസ്ക്രിമിനേഷനും വിവേചനങ്ങളും ഇനീക്വാലിറ്റിയും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തെ ഇല്ലാതെ അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇല്ലാതായിരുന്ന ഒരു സൊസൈറ്റിയിൽ നിന്നാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും തക്കത്തിന് ആ നാട്ടിലുള്ള സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഈ ഓരോ വുമൺ റൈറ്റേഴ്സിൻ്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഈ നമുക്ക് പഠിക്കാനുള്ള എല്ലാ എല്ലാ റൈറ്റേഴ്സ് പോരാടിയിരുന്നത് വിമൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അവർക്ക് ഈ ഇക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വിമൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അവർ ഫേസ് ചെയ്യുന്ന പല ചാലഞ്ചസുകൾ ഉണ്ടാകും. അപ്പം അതിനൊക്കെ തരണം ചെയ്യുന്ന രീതിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊണ്ടിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള എല്ലാ പോയറ്റ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഒരു തീം വരുന്നത്. അപ്പം ഏതൊരു റൈറ്റർ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കൊന്നും കൂടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ എഴുതുന്നതിന് മുന്നേ നമുക്ക് ഈ സെയിം പോയിന്റുകൾ നമുക്ക് എല്ലാ റൈറ്റേഴ്സിൻ്റെ ചോട്ടിലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പം അതാണ് ഇവരുടെ ഒരു തീം എന്ന് പറയുന്നത്. ദെൻ ഇവർ കൂടുതലായിട്ടും വാട്ടറിനെയും അതുപോലെ തന്നെ റിവറിനെയും ഒക്കെ ഇമേജറി വെച്ചിട്ട് എഴുതുന്ന ഒരാളാണ്. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളത് ഇവരുടെ ഡോൺ വാഷ് എന്ന് പറയുന്ന ഒരു പോയാണ് കേട്ടോ. ഈ ഒരു പോയം നമ്മുടെ വസുന്ധര ദേവി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പോയാണ് കേട്ടോ. അപ്പം വസുന്ധര ദേവി നമ്മൾ ടെക്സ്റ്റിൽ കാണാം. അപ്പം അത് ആരാണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് പഠിക്കാനുള്ള ലക്ഷ്മി കണ്ണനെ എഴുതിയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ഡോൺ വാഷ് എന്ന് പറയുന്ന ഒരു പോയം എന്ന് പറയുന്നത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വസുന്ധര ദേവി എന്ന് പറയുന്ന ആ ഒരു അഥവാ ഒരു പെൺപുലിയായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് ചാലഞ്ചസിലൂടെ ഫേസ് ചെയ്ത് വന്ന് നല്ല അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് ഈ വസുന്ധര ദേവി എന്ന് പറയുന്നത്. അപ്പം അവരെ കുറിച്ചിട്ടാണ് അവർ ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം വസുന്ധര ദേവിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. 1810 അവർ ജനിച്ചിട്ടുള്ളത്. പബ്നയിലാണ് ജനിച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നു അത് മഹാരാഷ്ട്ര ആ ഒരു ഭാഗത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു വസുന്ധരാദേവി എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ലക്ഷ്മി കണ്ണൻ്റെ ഒക്കെ ജനിക്കുന്നതിൻ്റെ കുറേ മുന്നേ ജീവിച്ചിരുന്ന ആളാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ പോരാടിയിരുന്നത് ഒരു ഗേൾസിന് എഡ്യൂക്കേഷൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. ഈ ഒരു വസുന്ധരാദേവി ജീവിച്ചു പോകുന്നത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കാത്തൊരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. അപ്പം അവരുടെ തന്നെ 12ാമത്തെ വയസ്സിൽ അവർ മാരേജ് കഴിക്കുന്നുണ്ട്. അപ്പം അതോടുകൂടെ അവരുടെ എല്ലാം തീർന്നു. പക്ഷേ എങ്കിലും അത് തളരാൻ തയ്യാറായിട്ടില്ല. അവർ ആരും അറിയാതെ സീക്രട്ടായിട്ട് ബംഗാളി അതുപോലെ തന്നെ പേർഷ്യൻ തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ പഠിച്ചു എന്നുള്ളത്. അപ്പം എങ്ങനെ പഠിച്ചെന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന ആ ഒരു ഇതിൽ പോയിട്ട് ആരും അറിയാതെ സീക്രട്ടായിട്ടാണ് അവരിതൊക്കെ പഠിച്ചതെന്നുള്ള പറയും. അതുപോലെ തന്നെ അവർ അക്ഷരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നത് നമ്മുടെ കിച്ചണിലെ ചുമരുകളിൽ ചാർക്കോൾ വെച്ചിട്ട് കരി വെച്ചിട്ട് എഴുതിയിട്ടാണ് അവർ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കളുടെ എഴുത്തോളകളൊക്കെ ഉണ്ടാവില്ല ഒരു കാലഘട്ടത്തിൽ. അപ്പം അതിലൊക്കെ എഴുതിയിട്ടൊക്കെയാണ് അവർ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ട് ആളുകളുടെ മുന്നിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വസുന്ധര ദേവി എന്ന് പറയുമ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചൈതന്യ ഭഗവത എന്ന് പറയുന്ന ഒരു ഹോളി ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ നിന്നൊരു പേജ് പറിച്ചിട്ട് അത് വായിച്ചിട്ടൊക്കെയാണ് അവർ ആ ഒരു റീഡിങ് പഠിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ സ്വന്തമായിട്ട് അവരുടെ സ്വന്തം ഒരു ഓട്ടോബയോഗ്രഫി എഴുതുന്നുണ്ട്. അമർ ജിബാൻ എന്ന് പറയുന്ന ഒരു ബുക്ക് അവരുടെ സ്വന്തം ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഈ ഒരു ഓട്ടോബയോഗ്രഫി അറിയപ്പെടുന്നത് ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ ഇന്ത്യൻ വിമൺ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ്റെ ഒരു സ്ത്രീ സ്വന്തം ഓട്ടോബയോഗ്രഫി തയ്യാറാക്കിയത് ആരാണ്? ഈ ഒരു വസുന്ധര ദേവിയാണ്. ആ ഒരു ബുക്കിൻ്റെ പേര് അമർ ജിബാൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പം അവരുടെ 88 വയസ്സൊക്കെ ആകുമ്പം അവർ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ
ഈ വസുന്ധരാദേവി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാൾ റിനൈസൻസിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്താണ്. ഈ ഒരു ബംഗാൾ റിനൈസൻസ് എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ കൂടുതലായിട്ടും വിമൻസിനെ വിമൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സോഷ്യൽ റിഫോംസിന് വേണ്ടിയിട്ടും ചൈൽഡ് മാരേജിനൊക്കെ ഓപ്പോസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ബംഗാൾ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ദെൻ ഈ ഒരു അമർ ജിബാൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ഫസ്റ്റ് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ലൈഫിനെ കുറിച്ചിട്ടും വിമൻസിനെ കുറിച്ചിട്ടും അവരുടെ സോഷ്യൽ കസ്റ്റംസിനെ കുറിച്ചിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമായിരുന്നു കേട്ടോ ഈ അമർ ജിബാൻ എന്ന് പറയുന്ന അവരുടെ സ്വന്തം ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ. അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. സോ നമുക്ക് അവരുടെ പോയം ആയിട്ടുള്ള ഡോൺ വാഷ് എന്ന് പറയുന്ന ഒരു പോയത്തിലേക്ക് പോകാം. ഇത് എഴുതിയിട്ടുള്ളത് ലക്ഷ്മി കണ്ണനാണ് കേട്ടോ. ഈ ഡോൺ വാഷ് എന്ന പോയം ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വസുന്ധരാദേവി എന്ന് പറയുന്ന ഒരു റൈറ്റർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയം. ഈ ഒരു വസുന്ധരാദേവി എന്ന് പറയുമ്പം വിമൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോരാടിയിട്ടുള്ള ഒരു ധീര വനിതയായിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ലക്ഷ്മി കണ്ണൻ എന്താണ് ഈ വസുന്ധരാദേവിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയം ആണിത്. എന്നാൽ സ്ത്രീകൾക്ക് എന്താണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിനൈഡ് ചെയ്തിരുന്ന ആ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് സ്വന്തം സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിക്കാതെ അതിൽ പഠിച്ച് എന്താണ് പിന്നീട് എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു വസുന്ധരാദേവിയെ ഓർത്തുകൊണ്ട് അവരുടെ കറേജിനെയും അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസിനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ളൊരു പോയം ആണ് കേട്ടോ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ വുമൺ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഒരു ഇനീക്വാലിറ്റിയും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പം ഇതിനെതിരെ എന്താണ് നമ്മളെ പോരാടാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പോയാണ് ഈ ഒരു ഡോൺ വാഷ് എന്ന് പറയുന്ന ഒരു പോയം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും വിമൻസിനെതിരെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെതിരെ തിരിയാൻ അല്ലെങ്കിൽ അതിനെതിരെ എതിർക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പോയമായിട്ടാണ് ഡോൺ വാഷ് എന്ന് പറയുന്ന പോയം അറിയപ്പെടുന്നത്. ഇപ്പം വാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കഴുകുക എന്നാണ്. പക്ഷേ ഈ ഒരു വാഷ് എന്ന് പറയുമ്പം പണ്ട് കാലത്ത് എന്താണ് ഒരു സൊസൈറ്റിയിൽ എന്താണ് ഒരു പഴയ ട്രഡീഷനെ അല്ലെങ്കിൽ ഒരു സൂപ്പർസ്റ്റിഷനെയൊക്കെയാണ് അന്ധവിശ്വാസങ്ങളൊക്കെയാണ് ഈ ഒരു വാഷ് കൊണ്ട് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പോയിറ്റ് നമ്മളോട് പറയുന്നത് ഈ ഒരു കിച്ചൺ വാൾസ് എന്ന് പറയുന്നത് ഒരിക്കലും വാഷ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം അവിടെ എന്താണ് ചാർക്കോൾ കൊണ്ടിട്ട് അവർ എഴുതിയിട്ടുള്ള അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ വസുന്ധരാദേവി പഠിച്ചിരുന്ന പഠനശ്രമത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പം അത് മായ്ച്ച് കളയുക എന്ന് പറയുന്നത് അവരുടെ ഡ്രീംസിനെയും അതുപോലെ തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പം ഒരിക്കലും എന്താണ് നമ്മുടെ ഈ ഒരു കിച്ചൺ വാൾസ് ഒരിക്കലും വാഷ് ചെയ്യരുത്. കാരണം അത് അവരുടെ പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിൻ്റെ ഒക്കെ ഒരു പ്രതീകമാണ്. അപ്പം അത് മായ്ച്ച് കളയുന്നത് കൂടെ അവരുടെ ഐഡൻറ്റിറ്റിയാണ് അവിടെ ഇല്ലാതാവുന്നത് എന്നുള്ളതാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ എന്താണ് ഡോൺ വാഷ് എന്നുള്ളത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് വെച്ചാൽ നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് വിമൻസിനെ സംബന്ധിച്ച് ഒരു അടിമത്തത്തിനുള്ള ഒരു പ്ലേസ് ആണ്. നമ്മുടെ വിമൻ സ്ലേവറിക്കുള്ള ഒരു പ്ലേസ് ആണ്. അതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് ഒരു കിച്ചൺ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വസുന്ധരാദേവിയെ സംബന്ധിച്ച് എന്താണ് ഈ സെയിം അടുക്കള തന്നെയാണ് അവരുടെ എന്താണ് പഠനത്തിനുള്ള ഒരു ഇടമാക്കി അവർ മാറ്റിയത് എന്നുള്ളതാണ്. അപ്പം അവരുടെ എന്താണ് ചാർക്കോൾ കൊണ്ടിട്ട് എന്താണ് അവരുടെ അറിവിനെയാണ് അവർ ആ ഒരു വാൾസിൽ കൊത്തിക്കുറിച്ചിട്ട് അതിനെതിരെ ഒരു പോരാട്ടമായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വേറെ കാര്യം അക്ഷരങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഹിന്ദു മതത്തിലൊക്കെ എന്താണ് അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വിശുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്ന സംഭവമാണ് ഈ അക്ഷരങ്ങൾ. പക്ഷേ അത് സ്ത്രീകൾ എഴുതുമ്പോൾ അതെന്തായി അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നു എന്നുള്ളൊരു ഒരു അന്ധവിശ്വാസം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം പോയറ്റ് ഒരു അന്ധവിശ്വാസത്തിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട് എല്ലാവരും എഴുതുന്ന അക്ഷരങ്ങൾ സ്ത്രീകൾ എഴുതി കഴിഞ്ഞാൽ എന്താണ് അതെങ്ങനെ അതൊരു വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ അത് അശുദ്ധിയായിട്ട് അതെങ്ങനെ മാറും എന്നുള്ളതാണ് നമ്മുടെ പോയറ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വസുന്ധരാദേവി എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവരുടെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് അവരെന്താണ് ഈ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അവർ ചെലവഴിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ അവർ ചൈതന്യ ഭഗവത എന്ന് പറയുന്ന ഒരു ഹോളി ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നൊരു പേജ് അവർ കീറിയിട്ട് അത് വായിച്ചിട്ടൊക്കെയാണ് അവർ പഠിക്കുന്നത്. അവർ എഴുതാൻ എന്താണ് ചാർക്കോൾ വെച്ചിട്ട് വാളിൽ എഴുതി പഠിക്കും. അല്ലെങ്കിൽ തന്നെ മക്കളുടെ ഓലയിൽ എഴുത്തോലൊക്കെ ഉണ്ടാവില്ല, അപ്പം അതിലൊക്കെ എഴുതിയിട്ടാണ് അവർ വിദ്യ അഭ്യസിച്ചത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവൾക്ക് എന്താണ് ഒരു പുതിയൊരു ലോകം തന്നെ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വിമൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം. അതിലൂടെയാണ് അവർ ഈ കണ്ട ലോകത്തിൽ എന്താണ് അത്രയും ഫേമസ് ആയിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെയാണ് അവരത് നേടിയെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു മഹത്വമാണ് ഇവിടെ അവർ പറയുന്നത്. അപ്പം അതാണ് വിദ്യാഭ്യാസം നേടുന്നതിലൂടെ അവർക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ശരിക്കും ഒരു ഇമാജിനേഷൻ ചെയ്യാനുള്ള ഒരു കഴിവും എല്ലാം അതിലൂടെ വളരുമെന്ന്. അപ്പം അറിവിനോട് എന്താണ് സ്ത്രീകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കോൺഫിഡൻസും അവർക്ക് ലഭിക്കും എന്നാണ് നമ്മുടെ പോയം അവിടെ പറയുന്നത്.
അതുപോലെ നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട് ഈ അക്ഷരങ്ങൾ എന്നൊക്കെ പറയുമ്പം ആദ്യം നമുക്കത് കാണുമ്പം കുറേ വരകളായിരിക്കും അല്ലെങ്കിൽ കുറേ വളവുകളായിട്ടൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ പിന്നീടാണത് നമ്മുടെ അറിവിലേക്കുള്ള ഒരു 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 പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോഡാണ് നമ്മുടെ ഈ ഒരു അക്ഷരങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പോയറ്റ് എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സോഷ്യൽ ചേഞ്ച് വരണമെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം സ്വയം ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിമൻസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അനീതികളോ ആചാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഡ്രീംസ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ് വിമൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണെന്നുള്ള രീതിയിലും കൂടെ അവസാനം പറയുന്നുണ്ട്. ഒരു ഫെമിനിസ്റ്റ് മെസ്സേജ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക, വിമൻസ് എന്താണ് മെന്നിന് തുല്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ എന്താണ് നമ്മൾ ചോദ്യം ചെയ്യണം. ഒരു മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ എന്താണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം എന്താണ് സ്ത്രീകൾക്കും സെയിം പ്രാധാന്യം അല്ലെങ്കിൽ സ്ത്രീകൾക്കും സെയിം എഡ്യൂക്കേഷൻ അവർക്കും വേണം. അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിനെ എല്ലാവരും അംഗീകരിക്കണം. ആ ഒരു സൊസൈറ്റി തന്നെ സ്വയം ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ബൗണ്ടറീസിന് എന്താണ് തച്ച് തകർക്കുക തന്നെ വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു പോയറ്റ് ഇവിടെ ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. അപ്പം എന്താ ചോദിച്ചാൽ അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മുടെ വസുന്ധര ദേവിയെ കുറിച്ചിട്ട് അവർ നേടിയിട്ടുള്ള ഈ ഒരു ആ ഒരു ഫെയിം അത് ഭയങ്കര കഷ്ടപ്പാടിലൂടെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ സഫറിങ്ങിലൂടെയൊക്കെയാണ് അവർ ഇത് നേടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വുമൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് നമുക്ക് എന്തെങ്കിലും സൊസൈറ്റിയിൽ എന്തെങ്കിലും അനീതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കണം, പോരാടണം. അതുപോലെ തന്നെ എന്താണ് വിമൻസിനും അതുപോലെ തന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ലൈഫ് അവർക്കും സ്വപ്നം കാണാനുള്ള അവകാശങ്ങളുണ്ട്, ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. സോ അതെല്ലാവരും റെസ്പെക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു പോയറ്റ് ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത് ഇന്ദിരാ സാൻഡ് എന്ന് പറയുന്ന ഒരു പോയറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. 1914 അവർ ജനിച്ചിട്ടുള്ളത്. അവരുടെ ഒറിജിനൽ നെയിം ഇന്ദിര ദീക്ഷിത് എന്നുള്ളതാണ് കേട്ടോ. ഇന്ദിരാ സാൻഡ് എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവർ നാരായൺ സാൻഡിനെ 1936 മാരി കഴിക്കുന്നു. പിന്നീട് അവരും അവരുടെ ഹസ്ബൻഡും കൂടെ എന്താണ് ഒരു പോയട്രി കളക്ഷൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഷഹവാസ് എന്ന് പറയുന്ന ഒരു പോയട്രി കളക്ഷനാണ്. 1940 അത് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥ അവരെ എന്താണ് കൂടുതലായിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അവരുടെ പോയംസിൽ അല്ലെങ്കിൽ ഒരു പോയട്രിക്കൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം അതെന്താണ് നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോൾ എന്താണ് ഭയങ്കര ആ ഒരു സാഡ്നെസ്, ആ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് ഒക്കെ അവരുടെ വർക്കിലൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ അവർ പ്രൊഫസറായിട്ടും വർക്ക് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ 2000 അവർ മരിച്ചു പോകുന്നത്. ദെൻ നമുക്ക് അവരുടെ ഹെർ ഡ്രീം എന്ന് പറയുന്നൊരു പോയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഹെർ ഡ്രീം എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ പോലെ അവരെന്തായിരുന്നു ഒരു വിഡോ ആയിട്ട് മാറി, 10 വർഷത്തിനുള്ളിൽ തന്നെ ഒരു വിഡോ ആയിട്ട് മാറി എന്ന് പറഞ്ഞു. സോ ആ ഒരു വിഡോ ആയിട്ട് അവർ ആ സൊസൈറ്റി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അവർ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അപ്പം എല്ലാ വിഡോസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പോയാണിത്. എല്ലാവരെയും ആ ഒരു സൊസൈറ്റി, ആ ഒരു സമൂഹം എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതാണ് നമ്മൾ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇന്ത്യൻ വിഡോനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പോയാണ് കേട്ടോ. അപ്പം ഈ ഒരു പോയിട്ട് ഇവിടെ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഒരു വിഡോനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം എത്ര ക്രൂവലായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്ക്രിമിനേഷൻ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇത് പറയുന്നത്. ശരിയാണ്, നമുക്കറിയാം ഒരു വിഡോ ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത് എന്തായിരുന്നു, അവരെ ഒരു ചടങ്ങിനും അവർ വിളിക്കൂല, പ്രത്യേകിച്ച് കല്യാണ പരിപാടികൾക്കൊന്നും അവർ വിളിക്കുകയില്ല. അതൊക്കെ എന്താണ് ഒരു അപശകുനായിട്ടൊക്കെയാണ് അവർ അന്ന് ധരിച്ചു വെച്ചിരുന്നത്. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും അവർക്ക് എന്താണ് സന്തോഷിക്കാൻ പാടില്ല, അവർക്ക് ചിരിക്കാൻ പാടില്ല, അവരെന്താണ് ഒരു പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യും. അവർക്ക് ഓർണമെൻറ്റ്സ് ഒന്നും ധരിക്കാൻ പറ്റില്ല. അവരെന്താണ് ഫുള്ളായിട്ട് അവരെ സപ്രസ് ചെയ്യുക, അവരെ ഇമോഷൻസ് പോലും സപ്രസ് ചെയ്യുന്നൊരു സംഭവമാണ്. അവരെ ഫുള്ളായിട്ട് ഒരു ലോൺലിനെസ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് നയിക്കാനുള്ള ഒരു രീതിയിലേക്കായിരിക്കും ആ ഒരു സൊസൈറ്റി അവരെ തള്ളിവിടുക എന്നുള്ളതാണ്. ഭയങ്കര ഒരു ക്രിട്ടിസൈസ് ചെയ്ത ഒരു സമൂഹത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. കാരണം ഒരു വിഡോ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് എന്താണ് നല്ല ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റില്ല. അപ്പം നമുക്കറിയാം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് വെള്ള ഡ്രസ്സാണ് അധികം ഭാര്യമാരും ധരിക്കുക. അപ്പം അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കാൻ എന്താണ് അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിനെ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ പോലും സപ്രസ് ചെയ്യാനും അവർ നിർബന്ധിതരാവുകയാണെന്നുള്ള പറയുമ്പോൾ അങ്ങനെ അവരെന്താണ് ഒരു ലോൺലിനെസ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഒബീഡിയൻ്റ് ആളായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത്. അപ്പം അവർക്കും അതുപോലെ തന്നെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ കവിത പറയുന്നത്. അപ്പം അവരും നല്ല സ്നേഹത്തിൽ, സന്തോഷത്തിൽ, നല്ല സ്വാതന്ത്ര്യത്തിലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ എന്തോ വിധി എന്താണ് അവരുടെ ആ ഒരു ഇതിനെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് വിചാരിച്ച് അവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അവർ ഒരിക്കലും എന്താണ് ആ ഒരു ലവിനെ കൊതിക്കാൻ പാടില്ലെന്നോ എന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ പറയുന്നത്. എങ്കിൽ പോലും അവരെന്താണ് ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ കൊതിക്കുന്നുണ്ട്. വിഡോസ് ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ കൊതിക്കുന്നുണ്ട്. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് മോഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പോയം ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഒരു പോയം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം അവർ വിഡോ ആവുന്നതിലൂടെ എന്താണ് അവർക്ക്
അവർക്ക് കിട്ടേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് പോലും അവർക്ക് കിട്ടുന്നില്ല. അതുപോലും അതിൽ ഡിനൈ ചെയ്ത് പോവുകയാണെന്നുള്ളതാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ലാസ്റ്റ് ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് എന്താണ് നമ്മുടെ പോയറ്റ് എന്തിനു വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഒരു കമ്പാഷന് വേണ്ടിയിട്ടും ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു നമ്മുടെ വിഡോസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഏതൊരു വിഡോ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പാഷൻ, ഒരു ഇക്വാലിറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ ആ സൊസൈറ്റി എന്താണ് അത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോയറ്റ് ഒരു പോയം അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെന്താണ് ഒരു സാഡ് ലൈഫ് ഓഫ് എ ഇന്ത്യൻ വിഡോ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു സൊസൈറ്റി അവരെന്താണ് ഒരു ക്രൂവലായിട്ടാണ് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ക്ലോത്ത്സ് ധരിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. അതുപോലെ തന്നെ ഏതൊരു തരത്തിലുള്ള സെലിബ്രേഷൻസ് ആയാലും അവരെന്താണ് വിഡോസിനൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കും. അവരുടെ ഒരു ഭർത്താവിൻ്റെ മരണശേഷം തന്നെ അവർക്കെന്താണ് അവരുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവരും നമ്മൾ സാധാരണ മനുഷ്യന്മാരെ പോലെ എന്താണ് വിഡോസും എന്താണ് അവരും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിന്, ഒരു മാരീഡ് ലൈഫിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. എങ്കിൽ പോലും എന്താണ് വിധിയായിരിക്കും അവരെ അങ്ങനെ വേർപ്പെടുത്തി കളഞ്ഞത്. എങ്കിൽ പോലും നമ്മളെന്താണ് അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനത്തെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ പോയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ഫുൾ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നത്, ഈ ഒരു ഫുൾ പ്ലേറ്റ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു ബിസി ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫിനെയാണ് ഒരു ഫുൾ പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു വിഡോനെ സംബന്ധിച്ച് എന്താണ് അവരുടെ ഹസ്ബൻഡിന് മരണശേഷം അവരുടെ ഡ്രീംസ് ഒക്കെ എന്താണ് നശിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ മറ്റുള്ള മാരേജ് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള സ്ത്രീകളൊക്കെ കാണുമ്പോൾ, കുട്ടികളൊക്കെ കാണുമ്പോഴായിരിക്കും ഈ ഒരു വിഡോസിന് കൂടുതലായിട്ടും പെയിനായിട്ട് അത് മാറുക. കാരണം എന്താ വെച്ചാൽ അവരുടെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ അത് അവരുടെ സന്തോഷങ്ങളോടുള്ള എതിർപ്പല്ല, നേരെ മറിച്ച് തനിക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ ഓർത്തുള്ള ഒരു സങ്കടമായിട്ട് അത് മാറുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു എന്താ പറയുക ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് നടക്കുന്ന ഒരു സൊസൈറ്റി, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഉള്ള ഇതിനൊക്കെയാണ് നമ്മുടെ ഒരു പോയം ഇവിടെ എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരോടും എന്താണ് ഒരു ഡിഗ്നിറ്റി പുലർത്താൻ, ഒരു കമ്പാഷൻ ഉണ്ടാക്കാൻ, ഒരു ഇക്വാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വിഡോസിനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതാണ് ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് ഹർ ഡ്രീം എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ്. ശരിക്കും നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു വിഡോനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് എന്താണ്, സിമ്പതിയാണല്ലോ. അപ്പം അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അപ്പം അവരെന്താണ് ഈ ഒരു സൊസൈറ്റി തന്നെ അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അവരെ മാറ്റുകയാണ്. അപ്പം അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ചിരിച്ച് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാനും അവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ എന്താണ് അവർക്ക് ചിരിക്കാൻ പാടില്ല, ആളുകൾ കൂടുന്ന പരിപാടിയിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഒരുപാട് ഓർണമെൻറ്റ്സ് അവർക്ക് ധരിക്കാൻ പറ്റില്ല. ഇപ്പം ഒരു ഭർത്താവ് മരിച്ചുള്ള ഒരു പെണ്ണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ധരിച്ചിട്ട് ആളുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എന്തൊക്കെയായിരിക്കും അവരെ പറയുക. അപ്പം നമുക്ക് ആ ഒരു സീന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പം എന്തൊക്കെയായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ അതിനെക്കുറിച്ചിട്ട് പറയാന്നുള്ളത്. അപ്പം അതെന്താണ് ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു വിഡോ എന്നുള്ള നിലയിലേക്ക് എന്താണ് ഇവരുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ് പോലും അവിടെ ഇല്ലാതാവുന്നു എന്നുള്ളതും അവസാനം എന്താണ് എല്ലാ മനുഷ്യന്മാരോടും നമ്മുടെ പോയിട്ട് എന്താണ് പറയുന്നത്, നമ്മുടെ ഡിഗ്നിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരോട് എന്താണ് ഒരു കമ്പാഷനേറ്റ് ആവാനും അവർക്ക് ഇക്വാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ പോയിട്ട് ഇതിൽ അവസാനം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതും. സോ ഇതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ യൂണിറ്റ്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ.